എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഗോതമ്പ് പൊടിയും റവയും കൊണ്ട് എണ്ണ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കിയ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ഒരു രീതിയിൽ നിന്ന് തയ്യാറാക്കി നോക്കൂ. ഇത് തയ്യാറാക്കുന്നതിന് 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/4 കപ്പ് റവയും 1/4 കപ്പ് തേങ്ങാക്കൊത്തും 3 ഏലക്കായും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പൊടിച്ചെടുത്തത് ആ ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് ശർക്കര ഉരുക്കിയതാണ്. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരപ്പാനി നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു തിക്കായിട്ടായിരിക്കും ഇരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പോളം വെള്ളം ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആദ്യം നമുക്കൊരു 1/4 കപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള ബാറ്ററിൻ്റെ ലൂസ് ആയിട്ടില്ല. അപ്പോൾ വീണ്ടും ഇതേപോലെ ഒരു 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 15 മിനിറ്റോളം ഇത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടച്ചു വയ്ക്കാം. ഒരു 15 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതൊരു 15 മിനിറ്റ് കഴിഞ്ഞ് ബാറ്റർ വീണ്ടും ഒന്നുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. വീണ്ടും ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഈ രീതിയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് കൺസിസ്റ്റൻസി. ഈ ഒരു രീതിയിൽ നന്നായിട്ട് കലക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ചേർത്ത് കൊടുത്തത് ഈ ബാറ്ററി എല്ലാ ഭാഗത്തും ഒരേപോലെ ചേർന്ന് വരത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഉണ്ണിയപ്പം ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതേപോലെ നമുക്ക് ബാറ്റർ ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കാം. എണ്ണ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ കുഴിയിലും ബാറ്റർ കോരി ഒഴിച്ചതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്തതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് എണ്ണ നമ്മൾ വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ തിരിച്ചിടുമ്പോഴേ ആ മുകൾ വശം നന്നായിട്ട് പരുവായി കിട്ടത്തുള്ളൂ. അത് തിരിച്ചിടുന്ന സമയത്ത് ബാറ്റർ നമുക്ക് സ്പൂണിലൊക്കെ പറ്റും. പക്ഷേ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടത് പരുവായി കിട്ടും. ഈ രീതിയിലെല്ലാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വയ്ക്കാം. വീണ്ടും ഒരു മിനിറ്റ് മതിയാകും. അപ്പോഴേക്കും നന്നായിട്ട് പരുവായി കിട്ടും. ഇത് കണ്ടില്ലേ, ഇപ്പം നന്നായിട്ട് വെന്ത് പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള ബാറ്ററും ഇതേപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കറക്റ്റ് നമുക്കൊരു 14 ഉണ്ണിയപ്പമാണ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ വീണ്ടും ബാറ്റർ കോരി ഒഴിച്ചതിന് ശേഷം മുകളിലായിട്ട് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയതിന് ശേഷം 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പം തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോളണം. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം മുകൾ വശത്ത് മാവുണ്ടെങ്കിലും അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് പാകമായി കിട്ടും. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്പൂൺ കൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ അടച്ചു വെച്ച് വീണ്ടും 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല ഉണ്ണിയപ്പം നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണ്. എണ്ണയും ഒരുപാടൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല സോഫ്റ്റാണ്. ഈ ഒരു രീതിയിൽ ഗോതമ്പ് പൊടിയും തേങ്ങയൊക്കെ വെച്ച് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അരി കുതിർക്കുകയോ അരയ്ക്കുകയോ ഒന്നും വേണ്ടാതെ തന്നെ വളരെ പെട്ടെന്ന് ഈസിയായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. ഇതൊന്ന് മുറിച്ച് കാണിക്കാം. ഉൾവശമൊക്കെ നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.